ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. കുറെ നാളുകൾക്ക് ശേഷം, അതായത് നമ്മൾ കാത്തിരുന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞോളൂ പെലയുടെ ഒരു എപ്പിക്ക് വരാൻ പോണ പുതിയ ഒരു കാർഡ് വരാൻ പോണെന്ന് പറഞ്ഞത്. ഇപ്പൊ എന്തായാലും പെലയുടെ കാർഡ് ഇത്ര പെട്ടെന്ന് എന്തായാലും വരുമെന്ന് വിചാരിച്ചില്ല. അതിൽ തന്നെ പുഷ്കസിന്റെയും പെലയുടെയും ക്രൈഫൊക്കെ ഇഷ്ടംപോലെ വന്നു പോയിട്ടുണ്ട്. പക്ഷെ പെലയുടെ കാർഡ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നാണ് എന്തായാലും. പക്ഷെ ഇത്രയും പാക്കുകൾ, അത് മാൾഡീനി, അതുപോലെ തന്നെ ഇഷ്ടംപോലെ പാക്കുകൾ നമ്മളൊക്കെ എല്ലാവരും കോയിൻ സേവ് ഇട്ടുവരെ കറക്കും. എല്ലാവരും മോചിച്ചതിന് ശേഷം എല്ലാവരും കോയിൻ വേസ്റ്റ് ആയി ഉറപ്പായി കഴിഞ്ഞാൽ പെരേനെ കൊണ്ടുവന്നേക്കാണ്. അതും അവർ 30ാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് കൊണ്ടുവന്നേക്കാണ്. അതുപോലെ തന്നെ വേറെ ജീക്കോടെ കാർഡുള്ള ഒരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രീ നമ്മുടെ പ്ലെയർ ഓഫ് ദ വീക്ക് പറഞ്ഞ കറക്കാറുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മുടെ കിടക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 സ്പിൻ 13th ആനിവേഴ്സറിയുടെ ഒരു 23 സ്പിന്ന് ഇക്കാക്കടയിലുണ്ട്. അത്യാവശ്യം സ്പിന്ന് കറക്കാനായിട്ട്. അപ്പൊ ഒരു 18 സ്പിൻ അടുത്ത് ഇക്കാക്കടയിലുണ്ട്. അപ്പൊ നമ്മുടെ കറക്കി നോക്കാം. അപ്പൊ ഫ്രീ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. നമ്മളെന്താ ഫ്രീ കറക്കാൻ പോണുള്ളൂ. അപ്പൊ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടിയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എന്തായാലും നമുക്ക് കിട്ടുമെന്ന് എന്തായാലും കണ്ടറിയാം. ഇതിനകത്ത് ഇപ്പൊ റൊണാൾഡീന് കൗച്ച് ഉണ്ട്, ബെക്കാം ഉണ്ട്, അതുപോലെ തന്നെ റൈക്കാർഡ് ഉണ്ട്, ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ബിഗ് ടൈം അടിക്കുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്തായാലും കണ്ടറിയാം. ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെയുള്ള പിള്ളേർക്ക് ഒരു 4-5 ഒക്കെ അടിച്ചുമാരൊക്കെ ഉണ്ട് ഒരൊറ്റ ഇടത്തിലൊക്കെ തന്നെ 20 എണ്ണത്തിലൊക്കെ. നമുക്ക് ലക്ക് ഉണ്ടോ ഇല്ലെന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അപ്പൊ നമുക്ക് പെലയുടെ ബാക്ക് എന്തായാലും അടുത്ത ദിവസം കറങ്ങുന്ന ഒരു വീഡിയോ എന്തായാലും ചെയ്യാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ പ്ലെയർ ഓഫ് ദ വീക്ക് എന്തായാലും കറക്കി നോക്കണം. അപ്പൊ ആര് കിട്ടിയെന്നുള്ള, നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നുള്ള കമന്റ് ചെയ്യാം. അതിനകത്ത് ഇപ്പൊ പാൽമേർ ഉണ്ട്, എംബാപ്പെ ഉണ്ട്, ഹക്കീം ഉണ്ട്. ആര് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോക്കാം. എന്തായാലും ഫ്രീ സ്പിൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നുള്ള എന്തായാലും കമന്റ് ചെയ്യാം. ഗാർഷ്യ ബൊൺസാലോ കിട്ടിയാണ്. പ്ലെയർ റയൽ മാഡ്രിഡിന്റെ നല്ല പ്ലെയർ ആണ്. കഴിഞ്ഞ 2 കളിയിൽ മുമ്പത്തെ കളി 2 ഗോൾ അടിച്ച പ്ലെയർ ആണ്. എന്തായാലും നല്ല പ്ലെയർ. പോപ്പന്നെ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാം. അപ്പൊ 13th ആനിവേഴ്സറിയുടെ പാക്ക് ഇറക്കാൻ പോണേ. അപ്പൊ എന്റെ ഒരു 23 സ്പിൻ ഉണ്ട്. കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ലോഗിൻ ചെയ്ത, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ എന്റെ മിഷൻസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് എല്ലാവർക്കും 20ന് മുകളിൽ സ്പിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനിയും ഒരു 4-5 സ്പിന്ന് കിട്ടാണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും കറക്കി നോക്കുക. കിട്ടണ എന്തെങ്കിലും നിങ്ങൾക്ക് ആരും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ ട്രൈ എടുക്കാൻ പോവാണ്. നമുക്ക് ഇതിന്റെ ഫ്രീ അടിച്ചൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയണ്ട ആദ്യത്തെ സ്പിൻ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ കുടിഞ്ഞുണ്ട് പരിപാടി. ആദ്യം തന്നെ മുന്തിച്ചുണ്ട് കൊണാമി. ഒന്നും പറയാനില്ല. നമ്മളെ സ്ഥിരം മ്യൂസിക്കൽ അനിമേഷൻ അത് തന്നെ, ഒന്നും നോക്കാനില്ല. നമുക്ക് ഇന്നേ വരെ ഫ്രീ അടിച്ച് ഇതിനു മുമ്പും ഓവന്റെ ബാക്ക് വന്നപ്പോഴൊന്നും നമുക്ക് കിട്ടിയതാ. എന്തായാലും ഇതെന്തായി കിട്ടുന്ന എനിക്ക് വന്നില്ല. നിങ്ങൾക്ക് എന്തായാലും ആരിലേക്ക് കിട്ടിയാലും കമന്റ് ചെയ്യട്ടെ. ഇതിന് 20 സ്പിന്ന് ബാക്കിയുണ്ട്. ഞാൻ നോക്കാം. ഒരെണ്ണെങ്കിലും തന്നാ മതിയായിരുന്നു. 4ാമത്തെ വേസ്റ്റ് ആയിട്ടുണ്ട്. 19 സ്പിന്നും കൂടി ഉണ്ട്. ഇനിയിപ്പോ റൈറ്റ് കാർഡിന് അല്ലെങ്കിൽ ഗൗച്ചോനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഒരു കാർഡ് തന്നു. ഒറ്റ ഏതെങ്കിലും ഒരു കാർഡ് തന്നാൽ മതി. ഇതുവരെയായിട്ട് എനിക്ക് ഫ്രീ അടിച്ചിട്ടുള്ള. എന്തായാലും വീണ്ടും ഇരിക്കുന്നു. ഒരു പീസോടെ അടിച്ചിട്ടില്ല. 6 പ്ലേസ് തീർന്നു. സമയം കളയാനായിട്ട് പോണം. അത്രയും ദിവസം കളിച്ച് നമ്മളാ ഇതിലൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് 300 പ്ലേയേഴ്സിൽ ഇത്രയും മുഞ്ചിക്കാനായിട്ട് ഇതൊക്കെ ടാപ്പ് ചെയ്ത് റൗള് മാറ്റിന് മാത്രം സെലക്ട് ചെയ്യുള്ളൂ. റൊണാൾഡിനോടെ കാർഡ് കിട്ടിയവർക്കൊക്കെ വെറുത്ത് കാർഡാണ്. മൂഞ്ചിക്കാൻ അവിടെ പരിപാടി വന്നിട്ട് 300 പ്ലേയേഴ്സിലേക്ക് കൊണ്ടുവന്നത്. എങ്ങനെ അടിക്കാനാ? മനഃപൂർവ്വം 150 പ്രതീക്ഷിച്ചു 300 ആക്കി തന്നു. വീണ്ടും ണ്ട്.
ഇനിയും 3 സ്റ്റാർ പ്ലെയർ ടീമിനെ തന്നിട്ടുണ്ട് 92 പിന്നെ ഇത് കണ്ടംപ്ലെയറിനൊക്കെ തന്നെ ഇതൊന്നും കളിക്കുന്ന പ്ലേയേഴ്സും കൂടിയേ അല്ല എവിടുന്നൊക്കെയോ കുറെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് കുത്തിക്കേറ്റി മുന്നിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വലിയ അനിമേഷൻ കൊണ്ടുവന്ന് എത്തിക്കാൻ അടിച്ചു എന്ന് വിചാരിക്കുന്ന ഇത് വരെ മുന്നിരിക്കുകയാണ്. ഇനി 13 സ്പിന്നാണുള്ളത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 8 സ്പിന്നാണ് പറയുന്നത്. 8 സ്പിൻ ബാക്കിണ്ടാവും. അടിച്ചിട്ട് ഒരെണ്ണം പോലെ അടിക്കണ്ടേ ഉണ്ടായിട്ട് കാര്യമില്ല എന്തിനാ അടിക്കേണ്ടത്. വീണ്ടും മുഴിയാണ് ഒന്നും പറയല. ടാപ്പ് ചെയ്തൊക്കെ ഒന്ന് നോക്കാന്ന് വിചാരിച്ച പോലും സമ്മതിക്കല. കളിക്കാട് പിന്നെ എനിക്ക് ഫ്രീ അടിച്ചല്ല ഇന്ന് അടിക്കുന്ന ചരിത്രം. പക്ഷെ ഇന്ന് ചരിത്രം ആവൂല. ഉറപ്പായിട്ട് അടിക്കുന്ന എനിക്ക് പറയും കൊണാമി ഇങ്ങനെ മുന്നിക്കാനാണെങ്കിൽ ഒരു 5 സ്റ്റാർ ഫീച്ചർ കാർഡ് പോലെ തന്നിട്ടില്ല. ഒക്കെ 3 സ്റ്റാർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവിടെ ലാസ്റ്റ് അടിച്ചിട്ട് മുകളിൽ എത്ര ലാസ്റ്റ് അടിച്ചാൽ നോക്കുന്നുണ്ട്. ഒരു ഫീച്ചർ പോലും അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഒരെണ്ണം തരാം. എല്ലാം താഴേന്ന് കുറെ അടിച്ചടിച്ച് തന്നെ എന്തിനോ വേണ്ടി വെറുതെ ഇങ്ങനെ ഓരോ പാക്ക് ഇറക്കി വെറുതെ സമയം കഴിഞ്ഞാൽ കളി കളിച്ചിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ട് നാട്ടുകാരെ മുന്നിലെന്ന് പറഞ്ഞാൽ വേറെന്തെങ്കിലും ദുആ ചെയ്യേണ്ടി കാണാൻ പാടില്ല. ഇനിയിപ്പോ എന്തെങ്കിലും വിഷയമുണ്ടോ അവിടെ? ഇനി 10 സ്പിന്നും ആക്കിണ്ട്. 3 സ്പിന്നാണ് ഒന്ന് അടിച്ചായിരുന്നെങ്കിൽ നേരത്തെ അടിച്ചുള്ള ഇതിനു മുമ്പ് വേറെ ഇന്നലെ ഫ്രീ അടിച്ചിട്ടുള്ള ഇത്രയും ആൾക്കെടുക്ക് എന്തായാലും അടിക്കുമെന്ന് നോക്കാം. ഒരു തല കിട്ടുന്ന ഉദ്ദേശിച്ചിരിക്കാം. ടീച്ചർ അടിച്ചാൽ കാകെ ഉണ്ട് താടേ. വീണ്ടും ആ ഒരു എന്താ പറയാ അനിമേഷൻ കാണിച്ച് നാട്ടുകാരെ മുന്നിക്കുന്ന അനിമേഷൻ ഇതൊക്കെ ആരുടെ ഇതിനൊക്കെ ഫുട്ബോൾ കളിക്കുന്ന നമ്മുടെ അടിച്ച് അവസാനം അടിച്ചേക്കാണ്. ഇത്രയും നാൾക്കത് ഫ്രീ അടിച്ചേക്കുന്നതാണ്. എന്റെ പൊന്നോ എന്തോ നേരെ ആരടിച്ചേ പൊട്ടും താല്പര്യമില്ലാത്ത പ്ലെയറാണ്. മൂടിച്ചു എന്തിനോ ഇങ്ങനെയൊക്കെ തന്നെ റൊണാൾഡീനും കൗച്ചു കളിക്കാട് നല്ല കാർഡ്. എന്നാലും ഒരു ഏതെങ്കിലും ഒരു നല്ല പ്ലെയറിനെ തരായിരുന്നു. ഞാൻ 6 ടീമും കൂടി ഉണ്ട്. എന്തായാലും പടപെടാന്ന് ഇറക്കാം. നമുക്ക് അങ്ങനെ തരാനായിരുന്നു യോഗം. പിന്നെ കുറേ പ്ലെയറിനെ തന്നെ എന്നാലും റൊണാൾഡീനെ കൗച്ചോ ഒന്നുകൂടി ഞാൻ ടാപ്പ് ചെയ്യാൻ വെക്കാം. ആ റൈറ്റ് കാർഡിന് മാത്രം തന്നാൽ മതിയാവും. വേറെ ആരും കിട്ടിയെന്നാണ്. ഒരു സെലക്ഷൻ കോൺട്രാക്ട് കൊണ്ടുവരാണ്. ഇത്രയും ഫ്രീ ഇറക്കുന്നല്ലേ അതും ഇല്ല. സ്ഥിരം പരിപാടി അടിക്കില്ലാന്ന് ഉറപ്പിച്ചു. ഇത് ലാസ്റ്റ് ആ റൊണാൾഡീനെ കൗച്ചോടെ താട്ടി പ്ലീസ്. സെലക്ഷൻ കോൺട്രാക്റ്റിൽ ഞാനൊരു കൗച്ചോനെ എടുക്കാന്ന് വിചാരിച്ചാൽ എന്താ ഇല്ലാത്തൊരു പ്ലെയർ ആണത്. ലാസ്റ്റ് സ്പിൻ എത്ര ഇനി 2 സ്പിന്നും കൂടി ഉണ്ട്. എന്തായാലും മോളിൽ തന്നെ അടിച്ചിട്ടുണ്ട്. എല്ലാവരും ലാസ്റ്റത്തെ മുന്നേ തൊട്ടുമ്പോൾ സ്പിന്നാണ്. എന്തായാലും നോക്കും. ഞാനും ടച്ച് ചെയ്തിട്ടാണ് തുറന്നതാന്ന് പറഞ്ഞത്. ഇങ്ങനെയെങ്കിലും ഒരു കാർഡ് തന്നായിരുന്നെങ്കിൽ ലാസ്റ്റത്തെ തൊട്ടുമുള്ള സ്പിൻ അന്തരം അടിക്കടേ ഇത് കുറെ നേരമായിട്ട് അനിമേഷൻ ഒന്ന് താടേ
അവസാനം ഒരു 5 സ്റ്റാർ പ്ലെയറിനെ തന്നിട്ടുണ്ട്. ബെൽജിയത്തിന്റെ പ്ലെയറാണ്. എന്തായാലും ലാസ്റ്റത്തെ സ്പിന്നാണ്. ഒന്ന് താടാ, ഒന്ന് താ പ്ലീസ്. ലാസ്റ്റ് ആ ഗൗത്തോട് തന്നാൽ മതി. അപ്പൊ നമുക്കൊരു 2 പേര് 40 24 കൂടി കൂട്ടി 45,000 അടുത്ത് 42 പിന്നെടുത്തിട്ട് 300 പ്ലേയേഴ്സിൽ കിട്ടിയത്. ഒരു ഷോപ്പിംഗ് ടൈം കാർഡ് മാത്രമായിട്ടാണ് നമുക്ക് തന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം. നമ്മളിവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പാണ്. ഇപ്പൊ ലാസ്റ്റത്തെ പറഞ്ഞോടെ ഉണ്ടെന്ന ഡ്രോപ്പിനോട് കളിച്ചു നോക്കും. കുറെ നാളായി എന്തായാലും കളിച്ചിട്ട് ഇത്ര നാളായിട്ട് കിട്ടുന്നു. പിന്നീടൊന്ന് കളിച്ചേക്കാം. ഒരു LB പ്ലെയർ ഗോൾ കീപ്പറിന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ 2-3 ഉണ്ട്. ഒരു കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നുള്ള എന്തായാലും കമന്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു കാർഡേ കിട്ടിയുള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.